ഹലോ, വെൽക്കം ടു അവർ തായ്ലൻഡ് ട്രാവൽ സീരീസ്. ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം, ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറണം, അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങൾ. ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ചായപ്പോൾ അതിനൊത്തിരി സന്തോഷം കൂടിയെന്ന് തന്നെ പറയാം. നമ്മുടെ ട്രിപ്പ് വരുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കും ഫുക്കറ്റിലേക്കും ആയിരുന്നു. നമ്മൾ പ്ലാനിങ് എല്ലാം സെൽഫായിട്ടാണ് പ്ലാനിങ് ചെയ്തിരുന്നത്. വേറെ ട്രാവൽ ഏജൻസിനൊന്നും ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് പരമാവധി പ്ലേസസ് എൻജോയ് ചെയ്യണം, മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം, എന്നാൽ ഇടയ്ക്ക് കുറച്ച് റിലാക്സേഷനും വേണം, ഭയങ്കര ടയേർഡ് ആവരുത്. അങ്ങനെ ഒരു പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത്. നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്ത ഞങ്ങളായിരുന്നു ഏറ്റവും അവസാനം ഫ്ലൈറ്റിൽ കയറിയത്. അത് വേറൊരു കഥ, അത് പിന്നീട് ഒരു വ്ളോഗിൽ നമുക്ക് പറയാം. ബാങ്കോക്കിൽ DMK എയർപോർട്ടിൽ രാവിലെ ഒരു 5 മണിയൊക്കെ ആയിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ബസ്സിലാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയത്. ഹോട്ടലിലെ ചെക്ക് ഇൻ ടൈം 12 PM ആയതുകൊണ്ട് നമ്മൾ ബാഗ് ഹോട്ടലിൽ തന്നെ സേഫായിട്ട് വെച്ചിരുന്നു. ദെൻ നമ്മൾ മെയിനായിട്ടുള്ള 7-Eleven കയറി ചെറിയൊരു ഫുഡ് ഐറ്റം, ഒരു നൂഡിൽസ് ഐറ്റം വാങ്ങിച്ച് കഴിച്ചിരുന്നു. ദെൻ നമ്മൾ അടുത്തുള്ള വാട്ട് പാക്നം എന്നുള്ളൊരു ടെമ്പിളിൽ പോകാനാണ് അന്നത്തെ ദിവസം ഡിസൈഡ് ചെയ്തിരുന്നത്. ഹോട്ടലിൽ നിന്ന് വളരെയധികം അടുത്തായിരുന്നു ഈ വാട്ട് പാക്നം ടെമ്പിൾ വരുന്നത്. നമ്മൾ ബോൾട്ടിൽ നിന്നൊരു ടാക്സി ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഹോട്ടലിൽ നിന്ന് വളരെ അടുത്തായിട്ട് ഗ്രാൻഡ് പാലസും മറ്റ് ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ ബിൽഡിങ്സ് എല്ലാം കാണാമായിരുന്നു. നമുക്ക് വന്ന ക്യാബ് ഡ്രൈവർ ആയാലും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളുടെ ഫ്രണ്ടിലൊക്കെ കാണുന്ന പോലെ ഇവിടെയും വഴിപാട് ചെയ്യാനുള്ള ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തിരി വെറൈറ്റി ആയിരുന്നു എന്ന് മാത്രം. ഇങ്ങനെ കൂട്ടിലിട്ട ജീവികളെ റിലീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ വഴിപാട്. കിളികളൊക്കെ തുറന്നു വിടുന്നതായിട്ട് ഞങ്ങളും കണ്ടിരുന്നു. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടപ്പോൾ അല്ലുക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. തായ്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ വരുന്ന ബുദ്ധ ടെമ്പിൾസിൽ ഒന്ന് തന്നെയാണ് വാട്ട് പാക്നം. ടെമ്പിളിൻ്റെ എൻട്രൻസിലായിട്ട് റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ മ്യൂസിയം. 5 നിലകളിലായിട്ടാണ് വരുന്നത്. ബേസ് ഫ്ലോറിൽ ഒരു പ്രെയർ ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു അത്. നെക്സ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചുമരിൽ നമ്മുടെ നാട്ടിലൊക്കെ വെഞ്ചാമരം വെക്കുന്ന പോലെ അവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല, പക്ഷെ കാണാൻ നല്ലതായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലോറിൽ വരുന്നത് ഈ ഒരു ടെമ്പിളിലേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരുന്ന ഐറ്റംസൊക്കെ ഷോ പീസസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് യാത്രയുടെ ക്ഷീണമുള്ള കാരണം നമ്മൾ എല്ലാം പോയി കണ്ടിരുന്നില്ല. ഈ ഒരു ഫ്ലോറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കാണുന്ന ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ആയിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുദ്ധാസിൻ്റെ ആയിരുന്നു, ഡിഫറെൻറ്റ് ഷേപ്പിൽ, ഡിഫറെൻറ്റ് സൈസ്.
വന്നിട്ടുള്ളതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു അത്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒത്തിരി ബ്യൂട്ടിഫുൾ ആൻഡ് കാമുമായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. ആക്ച്വലി ഇതൊരു പിക്ചറാണ്, പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ടെമ്പിളിലെ അടുത്ത അട്രാക്ഷൻ ആയിട്ടുള്ള ബിഗ് ബുദ്ധ നമ്മൾ പോയ സമയത്ത് അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഈ കാണുന്ന റിവറാണ് ബാങ്കോക്ക് നഗരത്തിലൂടെ ഒഴുകുന്ന ചാവോ പ്രായ റിവർ. ഈ റിവറിൽ തന്നെ ബോട്ട് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബോട്ട് സർവീസിൽ പോയാൽ നമുക്ക് ബിഗ് ബുദ്ധയുടെ നല്ല ബെറ്റർ വ്യൂ കിട്ടും. ഈ കാണുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ ഹാള്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ വിചാരിച്ചത് ടെമ്പിളാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെരുപ്പൊക്കെ ഊരി കയറിയിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് ഹാളാണെന്നും അവിടെ ഒരു ഫുഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോയ ടെമ്പിളിൻ്റെ അടുത്തുള്ള വേറൊരു ടെമ്പിളാണ് ഈ കാണുന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നോർമൽ ഒരു ടെമ്പിൾ അത്രയ്ക്കുള്ളൂ. എന്നാൽ കൂടി അവിടെ കാണാനായിട്ട് ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്, അതേപോലെ ഒരു റിക്ലൈനിങ് ബുദ്ധയുണ്ട്. നമ്മൾ പോയ സമയത്ത് കുറച്ച് വെയിലായിരുന്ന കാരണം നമ്മൾ ഓൾറെഡി ട്രാവൽ ചെയ്ത കാരണം നമുക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത്രയധികം കാണാനായിട്ട്. നമ്മൾ വേഗം പോന്നു പറഞ്ഞു. ബാങ്കോക്ക് നഗരത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഡെസ്റ്റിനേഷനാണ് കാവോ സൻ റോഡ്. നൈറ്റ് പാർട്ടിക്ക് ബെസ്റ്റ് പ്ലേസാണ് കാവോ സൻ റോഡ്. നമ്മൾ സ്റ്റേ ചെയ്തത് ഈ ഒരു പ്ലേസിലാണ്. ഇവിടെ തന്നെയുള്ള D&D എന്നുള്ള ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്.
ഇത് അവിടുത്തെ ഉച്ച ടൈമിലുള്ളൊരു വ്യൂ ആണ്. ഈ കാണുന്ന പോലെയല്ല ഈ പ്ലേസ് നൈറ്റ് ടൈമിൽ. തായ്ലൻഡ് പോലെ തന്നെ അവിടുത്തെ ഫ്രൂട്ട്സും ഭയങ്കര ഫേമസ് ആണ്. പൊതുവെ മാംഗോയും കോക്കനട്ടിനൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ട്. എനിക്ക് അവിടുത്തെ മാംഗോ സ്മൂത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. കോക്കനട്ടിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കരിക്കിൽ തന്നെ കുറച്ച് എന്താ പറയുക ഒരു കള്ളിൻ്റെ ടേസ്റ്റൊക്കെ പോലെ തോന്നിയിരുന്നു. അതിനധികം ഞാൻ ഫാനായിരുന്നില്ല. പക്ഷെ മാംഗോ അടിപൊളിയായിരുന്നു. ബാങ്കോക്കിലെത്തിയ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പ്ലാറ്റിനം മാളിൽ പോയിരുന്നു. ഒത്തിരി റീൽസിലൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പോയിരുന്നപ്പോൾ. നമുക്ക് ലഗേജിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം നമ്മൾ അധികം പർച്ചേസ് ഒന്നും ചെയ്തിരുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, തീരെ ചീപ്പാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ മോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒത്തിരി ഡ്രസ്സസ് ഉണ്ടായിരുന്നു. നമുക്ക് എത്ര നോക്കിയാലും തീരാത്തധികം ഷോപ്പ് ഉണ്ടായിരുന്നു. തായ്ലൻഡിൽ വന്നിട്ട് അതുപോലെ തന്നെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാറ്റിനം മാളിൽ തന്നെ നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാം, ഏറ്റവും മുകളിൽ ഫുഡ് കോർട്ടും ഉണ്ട്, ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടുന്ന് പ്ലാറ്റിനം മാളിൽ നിന്ന് മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്തിരുന്നു. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല, എനിക്കത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കതിനേക്കാൾ ഇഷ്ടമായത് തായ്ലൻഡിൽ തന്നെ മാംഗോ സ്മൂത്തി ആയിരുന്നു. ഇതൊരു നോർമൽ ഒരു ഐറ്റം അങ്ങനെ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് കഴിക്കാത്ത കാരണമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒതൻറ്റിക് ഷോപ്പിലൊന്നും അല്ല പോയിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രൈ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ തീരെ മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും ഒരു നോർമൽ ഒരു ഐറ്റം അത്രേ എനിക്കും തോന്നിയുള്ളൂ. ഞാൻ വേറെ ഏത് വീഡിയോസിലൊക്കെ കണ്ടിരുന്നു പുട്ടും മാങ്ങയൊക്കെ ട്രൈ ചെയ്യുന്ന പോലെ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു ഇതിന്. പക്ഷെ നമുക്ക് ഒരു വട്ടം ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒതൻറ്റിക് ഷോപ്പിൽ പോയിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യുന്നത് എനിക്കിപ്പോൾ അങ്ങനെ ഒരു ആലോചന കൂടിയുണ്ട്. റീൽസ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ 7-Eleven സ്റ്റോറിൽ വരുന്നത്. റീൽസിൽ മാത്രമല്ല ഒത്തിരി യൂട്യൂബ് വീഡിയോസിലും കണ്ടിരുന്നു ഞാൻ. അഫോർഡബിൾ റേറ്റിലായിട്ട് ഫുഡ് കിട്ടാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് 7-Eleven സ്റ്റോഴ്സ്. നമുക്ക് അവർ തന്നെ ഹീറ്റ് ചെയ്ത് തരികയൊക്കെ ചെയ്യും. നമ്മൾ മിക്ക ഡേയ്സിലും 7-Elevenസിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്നു. നമുക്ക് ഇഷ്ടമായിരുന്നു. നമുക്ക് എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ നമ്മൾ നോക്കി ട്രൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ സെറ്റാവും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസസിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെ നമുക്ക് 7-Eleven സ്റ്റോഴ്സ് കാണുകയും ചെയ്യാം. അത് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കാവോസൻ റോഡിലെ നൈറ്റ് ലൈഫ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും വളരെയധികം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നമ്മുടെ സ്റ്റേ വന്നിരുന്നത് കാവോസൻ റോഡിലായിരുന്ന കാരണം നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന എല്ലാ ഡേയ്സിലും നൈറ്റിൽ കാവോസൻ റോഡിൽ സ്പെൻഡ് ചെയ്യുമായിരുന്നു, അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. ഒരു ഡിഫറെൻറ്റ് വൈബായിരുന്നു, ഡിഫറെൻറ്റ് ഫീലായിരുന്നു അവിടെ. ബാങ്കോക്കിൽ എത്തുകയാണെന്ന് വെച്ചാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കാവോസൻ റോഡ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. Came out the same day as Kanye's. I made my best single. Came out and felt so